കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവീക്ഷേത്രത്തിൽ തിരുവാതിര പൊങ്കാല നടന്നു. പൊങ്കാലയ്ക്ക് നടി രശ്മി അനിൽ ഭദ്രദീപം തെളിയിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ തിരുവാതിര പൊങ്കാല നടന്നു. രാവിലെ 9 മണിക്ക് പൊങ്കാലയുടെ ഭദ്രദീപ പ്രകാശനം ചലച്ചിത്ര നടി രശ്മി അനിൽ നിർവഹിച്ചു. ഒരുപാട് സന്തോഷം. കുറക്കാവ് ദേവീക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പൊങ്കാലയുടെ ഭദ്രദീപ പ്രകാശനമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ എല്ലാവരെയും കണ്ടു. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാൻ വന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ്. ഞാൻ ഈ ഫീൽഡിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് തവണ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാര്യസിദ്ധി പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കാം എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഉയർച്ചയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവതി അത്രയ്ക്ക് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ വന്ന് ഒരുപാട് തവണ വെറ്റ പറത്തിയിട്ടുണ്ട്. വെറ്റിലപ്രിയയായ ഭഗവതിക്ക് വെറ്റില പറത്തുന്നത് ഏറെ ഇഷ്ടമാണ്. വെറ്റിലയാണ് ഭഗവതിയുടെ ഏറ്റവും ഇഷ്ടം. അപ്പം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇങ്ങനെ വെറ്റില പറത്താറുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ട്. കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കാറുണ്ട്. ഞാനും അങ്ങനെ പങ്കെടുത്ത ഒരു ഭക്തയാണ്. എൻ്റെ അമ്മയും ഞാനും ഒക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഞങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്കും ഭഗവതിയുടെ കടാക്ഷമാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ ക്ഷേത്രത്തിൽ തന്നെ ഭദ്രദീപം കൊളുത്താൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ശ്രീ കുറക്കാവ് ദേവീക്ഷേത്രത്തിലെ ധനുമാസ തിരുവാതിര പൊങ്കൽ ഇന്ന് ഔപചാരികമായി ചലച്ചിത്ര താരം രശ്മി അനിൽ ഭദ്രദീപ പ്രകാശനം നടത്തി. നാടിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും ആയിരങ്ങൾ ഇത്തവണത്തെ തിരുവാതിര പൊങ്കലിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ അമ്മയുടെ ഇഷ്ട നൈവേദ്യങ്ങളായ വിഭവങ്ങൾ സ്വന്തം കരങ്ങളാൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഈ അനുഗ്രഹീതമായിട്ടുള്ള ചടങ്ങിൽ സാക്ഷിഭൂതരാകുവാൻ വേണ്ടി നാടിൻ്റെ വിദൂര ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ധനുമാസ തിരുവാതിര പൊങ്കലിൻ്റെ പൊങ്കാല ദർശന എഴുന്നള്ളത്ത് രാവിലെ 11 മണിക്ക് നടക്കും. ഇന്ന് പൊങ്കൽ ഉത്സവത്തിൻ്റെ ഭാഗമായി നിരവധി ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും ക്ഷേത്രസ്ഥലത്തിൽ നടക്കുകയാണ്. നാളെയാണ് അമ്മയുടെ പുണർത്ത മഹോത്സവം. നാളെ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള ക്ഷേത്രചടങ്ങുകളോടുകൂടി ഈ വർഷത്തെ ശ്രീ കുറക്കാവിലമ്മയുടെ തിരുവാതിര പൊങ്കൽ ഉത്സവം സമാപിക്കും. ഈ പൊങ്കലിൻ്റെ പ്രത്യേകത വർഷത്തിൽ ഒരിക്കൽ അമ്മയ്ക്ക് നൈവേദ്യങ്ങൾ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു അസുലഭ സന്ദർഭവും അതോടൊപ്പം തന്നെ ധനുമാസത്തിലെ തിരുവാതിരയുടെ പ്രത്യേകതയുണ്ട്. ധനുമാസ തിരുവാതിര പാർവതി ദേവിക്കും ഭഗവാന്റെയും ദിവസമായി ഇന്ന് ആ പത്ര സൗഖ്യത്തിനും കുടുംബൈശ്വര്യത്തിനും ഒക്കെ വേണ്ടി അമ്മമാർ സഹോദരിമാർ സമർപ്പിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് തിരുവാതിര പൊങ്കൽ. ഈ തിരുവാതിര പൊങ്കലിൻ്റെ നിരവധി ഭക്തജനങ്ങളാണ് ഇത്തവണ എത്തിച്ചേർന്നിട്ടുള്ളത്. തുടർന്ന് 11 മണിക്ക് പൊങ്കാല ദർശന എഴുന്നള്ളത്തിനായി ദേവിയെ പുറത്തേക്ക് ആനയിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയോരങ്ങളിലാണ് പൊങ്കാലയെടുപ്പുകൾ സജ്ജീകരിച്ചിരുന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ക്ടാക്കോട്ടില്ലം നീലകണ്ഠൻ പോറ്റി, ക്ഷേത്ര മേൽശാന്തി പാലക്കോട്ടില്ലം അരുൺ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെളുപ്പിന് പള്ളി ഉണർത്തലോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പൊങ്കാല ദർശന എഴുന്നള്ളത്തിന് ശേഷം സമൂഹ സദ്യ, ദീപാരാധന, ദീപക്കാഴ്ച, സേവ, അത്താഴപൂജ, ഗിരിദേവതാ പൂജ, വെടിക്കെട്ട്, തിരുവനന്തപുരം നർമ്മകലയുടെ അമേസിംഗ് കോമഡി വൈബ് എന്ന പരിപാടി തുടങ്ങിയവ നടന്നു. ക്ഷേത്രത്തിലെ പുണർത്ത മഹോത്സവം ഞായറാഴ്ച നടക്കും. ഇതിനോടനുബന്ധിച്ച് എതിരേൽപ്പ്, കെട്ടുകാഴ്ച ദർശനം എന്നിവയുണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഋഷികേശ് അമ്പനാട്, സന്തോഷ് പുല്ലമ്പള്ളിൽ, പി കെ ജയനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.